ഹലോ ഗുഡ് ഡേ ഓൾ. ഇന്ന് ഗോവൻ ട്രിപ്പ് ഫസ്റ്റ് ഡേ തുടങ്ങുകയാണ്. പാർട്ട് 1 ആണിത്. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. മംഗൾദ്വീപ് എക്സ്പ്രസ് ആണ്. 12617 2:30 വണ്ടി കയറിയത്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങൾക്ക് ലോവർ ബർത്താണ് കിട്ടിയത്. പിന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. പിന്നെ വണ്ടി ഓൾറെഡി ലൈറ്റ്, അറിയാലോ, ഇന്ത്യൻ റെയിൽവേ ഓൾറെഡി ലൈറ്റാണ്. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ 3 മണിയായി, പുലർച്ചെ 3 മണിയായി. മഡ്ഗൗണിലാണ് ഇറങ്ങിയത്. അവിടെ ഞങ്ങൾ വണ്ടി എടുത്തു. വണ്ടി ഏകദേശം വന്നപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വണ്ടി ഫുള്ളും നിങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം പിന്നെ വണ്ടി നമ്മൾ എടുക്കാനായിട്ട്. എന്തെങ്കിലും അതിൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരല്ലെങ്കിൽ അത് നമ്മൾ മൂലം വന്നതെന്നൊക്കെ പറയും. നമുക്കധികം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായിട്ട് നല്ല ആൾക്കാരെയാണ് കിട്ടിയത്. പിന്നെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കട അവർ 10 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ ഷോപ്പ്. എന്നാലും നമുക്ക് 6 മണിക്ക് അവർ തലേദിവസമൊക്കെ വിളിച്ച് നമ്മൾ ഇതാക്കിയ കാരണം കൊണ്ട് നമുക്ക് 6 മണിക്ക് തന്നെ കിട്ടി. നമ്മൾ ആ വണ്ടി എടുത്തിട്ട് നേരെ കൊൽവ ബീച്ചിലേക്കാണ് വിട്ടത്. കൊൽവ ബീച്ചിൽ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണല്ലോ കൊൽവ ബീച്ച്. അവിടെ ഒരു പരപ്പര നേരം വെളുക്കുന്നുണ്ടായിരുന്നുള്ളൂ. നിറച്ച് പട്ടികളായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ കാണാം, ഇതിൽ വീഡിയോയിലുണ്ട് അവിടെ ഫോട്ടോഷൂട്ടിന് വന്ന ഒരു കപ്പിൾസിനെ ആ ലേഡിയുടെ ഡ്രസ്സുമേ ഒരു ഡോഗ് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളും കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങൾ കുറേ ഡോഗ്സ് അവിടെ വളഞ്ഞു. എങ്ങനെയോ ധൈര്യമൊക്കെ സംഭവിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ലേ പറയാം. പട്ടിയുടെ കടയിൽ നിന്ന് കുഴപ്പമില്ല. അവിടെ അതായത് ആരും ഇല്ലല്ലോ, അത്ര നേരത്തെയാണല്ലോ. നമുക്ക് 12 മണിക്കാണ് ചെക്കിന് കിട്ടിയത് ഓൾ സീസണിൽ. പിന്നെ അതുകൊണ്ട് അവിടെ എത്താനായിട്ട് നേരം. നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതേറെ സ്ഥലം എനിക്കറിയില്ല, പോണ വഴിക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ബോക്ക്മല്ലോൽക്കാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ബോക്ക്മല്ലോൽക്ക്. ആ ഒരു റെസ്റ്റോറൻറ്റ് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ മസാല ദോശയും സമൂസയൊക്കെയാണ് കഴിച്ചത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല ചാറ് സാമ്പാറെന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചാറെന്ന് മനസ്സിലാവണില്ല. കുഴപ്പമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അധികം ക്യാഷൊന്നും അധികമില്ല. സാധാരണ അങ്ങനെ കേട്ടിരിക്കണം ഭയങ്കര പൈസയാണെന്നൊക്കെയാണ്. സാധാരണ ക്യാഷിന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ ബോക്ക്മല്ലോയിലെത്തി. ഏകദേശം മഡ്ഗാവിന് ഒരു 35 കിലോമീറ്റർ വരും ഈ ബോക്ക്മല്ലോയിലേക്ക്. നമുക്ക് 12 മണിയായി കാരണം നമ്മളവിടെ നേരത്തെ എത്തിയല്ലോ. ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ബോക്ക്മല്ലോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടൈം കളയണമായിരുന്നു. 11 മണിക്കല്ലേ ചെക്കിനുള്ളത്. ഇതാണ് ബോക്ക്മല്ലോ ബീച്ച് റിസോർട്ട്. ഞാൻ ആക്ച്വലി വന്നത് ഇവിടെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ജപ്പാനീസ് ഗാർഡനിലേക്ക് വിട്ടു. ടൈം കളയാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് അവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു. അവിടെ കപ്പിൾസ് നിൽക്കണമില്ലേ, അതുകൊണ്ട് അവരെ ശല്യം ചെയ്യണമെന്ന് വെച്ചിട്ട് ഇറങ്ങിയില്ല. അതിന് താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബീച്ചാണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കോട്ട പോലെയൊക്കെയാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതൊരു പാർക്കാണ് ആക്ച്വലി. ഇത് വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ബോക്ക്മല്ലോന്ന് കുറച്ചുള്ളൂ ഇവിടേക്ക്. പിന്നെ സഡ ഹില്ലിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പോണ വഴിയാണ് ബുദ്ധിമുട്ട്. ഇതിപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷെ ഇവിടേക്ക് എത്തണ വഴിയിൽ ഫുള്ള് ഈ വേസ്റ്റ് ഡംപ് ചെയ്യണ സ്ഥലമാണ്. ഭയങ്കര വൃത്തിയായിട്ട സ്മെല്ലാണ്. നമ്മൾ തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു ഇത് കാണാണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കത് വർത്തായിട്ട് തോന്നി. 2 കിലോമീറ്റർ അതിന് മുകളിൽ നടക്കാനുണ്ട് പാർക്കിൻ്റെ എൻട്രിന്ന്.
നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല നീല, ആക്ച്വലി അവിടെ പോയി കാണണം. നല്ല നീല കളറ്, നീലയും പച്ചയും കളറുണ്ട്. അപ്പോഴാണ് ഒരു ഡോഗ് ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നത്. ഒരു പാവം ഡോഗായിരുന്നു. പക്ഷെ അതിന് വെള്ളം കൊടുക്കണം. പക്ഷെ ഞങ്ങളുടെ കയ്യിലത്തെ വെള്ളമൊക്കെ തീർന്നു പോയി. പിന്നെ തിരിച്ചു പോയി കൊണ്ട് കൊടുക്കാനുള്ള സന്മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര വയ്യാണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് 12 മണിയായപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് എത്തി. എന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതാട്ടോ. അവിടെ ഫുഡൊന്നുമില്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെ മേടിക്കണം. ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ഫ്രൈഡ് റൈസ് നമ്മളവിടെ കിട്ടുന്ന പോലെ ഒന്നുമല്ല. അത്ര ഇങ്ങനെ കുറച്ച് അഫോർഡബിൾ ആയിരുന്നു. ബ്ലോക്ക് മെല്ലോൻ്റെ കുറച്ച് നീങ്ങിയിട്ടായിരുന്നു. ബ്ലോക്ക് മെല്ലോയുടെ അവിടെ ഭയങ്കര കത്തിയാണ്. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടാണ്. പായസമൊക്കെ ഉണ്ട് കേട്ടോ ബിരിയാണിയുടെ കൂടെ. ബിരിയാണി ആക്ച്വലി നമ്മുടെ മറ്റേ എന്താ പറയുക, ന്യൂഡിൽസൊക്കെ മസാല ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു മസാലയായിരുന്നു ബിരിയാണിയുടെ. ഹസ്ബൻഡിന് ഇഷ്ടമായില്ല, ആൾ കഴിച്ചില്ല. ആൾ ഫ്രൈഡ് റൈസ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങി യാത്രയുടെ ഒക്കെ ക്ഷീണം മാറ്റാനായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബോക്ക്മല്ലോ ബീച്ചിൽ പോയി കളിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും വെള്ളം കണ്ട ഭ്രാന്താണ്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. അവർക്കൊക്കെ പേടി കണ്ടിട്ട്. ഞങ്ങളങ്ങനെ വെള്ളത്തിലൊന്നും വിടാത്ത ആൾക്കാരാണ്. അപ്പം അവർക്കൊക്കെ പേടി ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടിട്ട്. പക്ഷേ ഞങ്ങൾക്കൊരു പേടിയില്ല കേട്ടോ. ഞങ്ങൾ കൂളായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര കളിയായിരുന്നു വെള്ളത്തിൽ. കണ്ടോ, അതിന് ശേഷമുള്ള അങ്ങനെ ദിവസം എൻഡായി. അതിന് ശേഷമുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. ഓക്കേ.